ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു ആകാശ് വ്ളോഗ്സ്. നമ്മുടെ ഇന്നത്തെ ഇൻട്രോ വെച്ചൊരു സ്പെഷ്യലാണ്. കാരണം സാധാരണ നമ്മുടെ മുഖം കാണിച്ചുകൊണ്ടാണ് സാധാരണ ഇൻട്രോ എടുക്കാറ്. ഇന്ന് നമ്മുടെ ഷാൻജിയാജിയിൽ നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്നുള്ള ഒരു ബാൽക്കണി വ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ ഇൻട്രോ. ഒരു വെറൈറ്റി ഒക്കെ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ ഷാൻജിയാജിയിലെ ഒരു വ്യൂ. നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. അവിടെ ചെറുതായിട്ടൊരു എന്താ പറയുക, ലണ്ടൻ ബ്രിഡ്ജ് പോലത്തെ ഒരു കുഞ്ഞു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ, അതായത് ചൈനയിലെ ഏറ്റവും കുറഞ്ഞ ഗ്രാമീണ അന്തരീക്ഷം കാണണമെങ്കിൽ ഷാൻജിയാജി എന്ന് പറഞ്ഞ സ്ഥലം, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വരണം എന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത്. അതായത് നമ്മുടെ ഇതാണ് ഇവിടുത്തെ ഗ്രാമീണ അന്തരീക്ഷമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗ്രാമീണ അന്തരീക്ഷം എന്താവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. സോ ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രാമീണ അന്തരീക്ഷം മോഡൽ. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് ഷാൻജിയാജിയിൽ നിന്ന് വിടവാങ്ങുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും വരും എപ്പോഴെങ്കിലൊക്കെ. നല്ലൊരു സ്ഥലമായിരുന്നു. ബീജിങ്ങിൻ്റെ അത്ര ഇല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ, ബീജിങ് ചൈനയുടെ ഒരു ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് അതിനനുസരിച്ച് അവർ അടിപൊളിയാക്കും. അതിനനുസരിച്ച് അടിപൊളിയായിരുന്നു. അത് ഒരു ദുബായ് സ്റ്റൈല്, ദുബായിനേക്കാൾ മേളാന്ന് വേണേൽ പറയാം കേട്ടോ. എൻ്റെ കാഴ്ചപ്പാടിൽ ദുബായാണ് ഇപ്പോഴും ദുബായ് അടിപൊളിയാണ്. ഒറ്റ പട്ടിക്ക് മുന്നിൽ ഇപ്പോൾ ചൈനയിലെ ബീജിംഗ് ആണ്. ഇനി പോകുന്നൊരു സ്ഥലമുണ്ട്, ഷാങ്ഹായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് രാത്രി നമ്മൾ ഫ്ലൈറ്റ് കയറി പോകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അത് ഇതിനേക്കാളും അടിപൊളിയാണെന്നാണ് പറയുന്നത്. കാരണം ലൈറ്റുകൾ മൊത്തം ലൈറ്റ് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഷാങ്ഹായ് എന്ന് പറഞ്ഞ് നമ്മുടെ ടൂർ ഗൈഡ് സുധീറങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, എന്തായാലും ട്രൈ ചെയ്യും. ഇന്ന് രാത്രി ഒരു 10 മണിക്കാണ് ഫ്ലൈറ്റ്, 12 മണിയോടെ എത്തും. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം ഷാൻജിയാജിൽ തന്നെ ടിയാൻമെൻ മൗണ്ടെയിൻ എന്ന് പറഞ്ഞൊരു മൗണ്ടെയിനാണ്. നല്ലൊരു എന്താ പറയുക, ഒരു വേ ഓഫ് ഹെവൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സോ നല്ലൊരു സ്ഥലമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. പോണ വഴി നമ്മുടെ ടൂർ ഗൈഡ് സുധീറങ്ങൾ പറയുന്നതിൻ്റെ വിഷ്വൽസും ഞാൻ അതിൽ നിന്ന് അറിഞ്ഞത് കുറേയൊക്കെ ആയിട്ട് പറയുകയും ചെയ്യാം. എന്തായാലും എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു സ്ഥലമായിരുന്നു. എന്താ പറയുക, ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ ഇവിടുത്തെ സമയം 9 മണിയായി. അതായത് നാട്ടിലൊരു 7:30 കറക്റ്റ് 7:30. സോ നമ്മളിവിടുന്ന് ഇറങ്ങുന്നു. ചൈനയിലെത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 60-70% നമ്മൾ ചുറ്റിക്കറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. മെയിൻ സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ. ചൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂർ ഐറ്റിനറിയില്ല. ചൈന എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ, ഹോങ്കോങ് ഒന്നും നമ്മൾ പോകണ പോലും ഇല്ല. അവിടെയൊക്കെ പോകാൻ വേറൊരു പാക്കേജാണ്. അവിടെ നമ്മൾ പോകുന്ന പോലും ഇല്ല. അതൊക്കെ വേറൊരു ടൂറിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ചൈന ഒരിക്കലും തീരില്ലല്ലോ. കാരണം ഇന്ത്യയുടെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ എപ്പോൾ തീരാനാണ്? 7 കൊല്ലം തീരാനുള്ള കറങ്ങി കഴിയുമ്പോൾ. അപ്പോൾ അത് തീരില്ല. നമ്മുടെ ടൂറിൻ്റെ പാക്കേജിൽ ഒരു 10-12 സ്ഥലത്ത് പോകണ്ടല്ലോ. 12 അല്ല, ഒരു 15-16 സ്ഥലം. അതിൽ പകുതിക്ക് കൂടുതലും കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് രാത്രി ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഫ്ലൈറ്റ് കയറുന്നു. പിറ്റേ ദിവസം ഷാങ്ഹായ് എത്തിയിട്ട് കുറേ വെറൈറ്റി പരിപാടികളുണ്ട്. അത് അവിടെ എത്തിയിട്ട് പറയാം. എനിവേ, ലെറ്റ്സ് ഗോ. ഏതൊരു ദിവസവും നല്ലതാവുന്നതിൻ്റെ മെയിൻ ഘടകങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്നത് അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കഴിക്കുക, മനസ്സറിഞ്ഞ് കഴിക്കുക. വയറ് നിറച്ച് കഴിക്കുകയല്ല, മനസ്സ് നിറഞ്ഞ് കഴിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞാനും കാണുന്നത്. ഭൂരിഭാഗം പേരും നിങ്ങളും അങ്ങനെ ആയിരിക്കും കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 4 ദിവസത്തെയും നല്ല മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ച പോലെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചു. നമ്മൾ നമ്മുടെ ഷാൻജിയാജി എന്നുള്ള ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇന്ന് നമ്മൾ പോകുന്നത് ലോകപ്രശസ്തമായ ചൈനയിലെ ഷാൻജിയാജി, നമ്മളിപ്പോൾ നിൽക്കുന്ന ഷാൻജിയാജി എന്ന സ്ഥലത്തെ ഏറ്റവും വലിയ മൗണ്ടെയിൻ ടിയാൻമെൻ മൗണ്ടെയിനിലേക്കാണ് പോകുന്നത്. അവിടേക്ക് പോകും മുമ്പ് നമ്മുടെ ടൂർ ഗൈഡിന് പുറമെ നമ്മുടെ ലോക്കൽ ഗൈഡായിട്ടുള്ള ഒരു ചേച്ചി പറഞ്ഞു, നമ്മുടെ ചൈനയിൽ മെയിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ് സിൽക്ക്. അതിൻ്റെ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ പോയി അവിടുത്തെ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ കാണാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടിട്ടുമില്ല. നമ്മളപ്പോൾ കാണാത്തൊരു സംഭവം കാണാൻ ആകാംക്ഷ കൊള്ളണം എന്നാണ് നമ്മുടെ ഒരു രീതി. എല്ലാവരുടെയും രീതി അങ്ങനെ തന്നെയാണ്. ആയതിനാൽ തന്നെ നമ്മൾ അങ്ങോട്ട് പോയി ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. 1.5 മണിക്കൂർ അവിടെ നിന്നെങ്കിലും ഞാൻ മൊത്തത്തിൽ നിങ്ങളെ കാണിച്ച് മടുപ്പിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ എന്താ പറയുക, അടിപൊളിയായിട്ടുള്ള നല്ല എന്താ പറയുക, യൂറോപ്പ് സ്റ്റൈലിനേക്കാളും കടത്തി വെട്ടുന്ന ഒരുപാട് ആഡംബര സ്ഥലങ്ങൾക്ക് വന്ന വഴി കണ്ടു. നേരെ ഉച്ചയായപ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി ടിയാൻമെൻ മൗണ്ടെയിനിൽ പോകേണ്ടത്. ഉച്ച തൊട്ട് ഈവനിങ് വരെ നമ്മൾ ടിയാൻമെൻ മൗണ്ടെയിനിൽ ആണ്. ഏകദേശം ഒരു 4-5 മണിക്കൂർ അത്രയ്ക്കും കാണാനുണ്ട്. ആയതിനാൽ തന്നെ ഒരു ഹെവി ലഞ്ച് കഴിച്ചു. ഇവിടുത്തെ ഓറഞ്ചൊക്കെ കാണാൻ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. എന്താ പറയുക ഒരു സാധാ ഓറഞ്ചിനേക്കാളും ഡബിൾ സൈസാണ് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ. ഭയങ്കര വലുതാണ് ഇവിടുത്തെ ഓറഞ്ച്. നമ്മളൊരു 1/2 കിലോ ഓറഞ്ച് അപ്പോഴത്തെ, കാരണം ഓവറായിട്ട് മേടിച്ചാലും കുറേ കളയുന്നൊരു ശീലമാണ് നമുക്ക് പൊതുവേ ഉള്ളത്. ഞങ്ങൾക്കും അങ്ങനെ, എനിക്കും അച്ഛനും അങ്ങനെ തന്നെയാണ്. അതിനാൽ തന്നെ കുറച്ച് ഓറഞ്ച് മേടിച്ചു. പോകുന്ന വഴിയിലുള്ള ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോയി. അങ്ങനെ കണ്ട് ഹെവൻസ് ഗേറ്റ് എന്നറിയപ്പെടുന്ന ടിയാൻമെൻ മൗണ്ടെയിനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. എൻ്റെ ഫ്രണ്ട് ഗേറ്റിലെത്തി. ഇന്നലെ നമ്മൾ പോയ അവതാർ മൗണ്ടെയിനേക്കാൾ ഒരുപാട് വലിപ്പം, ഒരുപാട് വിസ്തീർണമുള്ള ഒരു മൗണ്ടെയിനാണ് ടിയാൻമെൻ മൗണ്ടെയിൻ. ചൈനയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, ബിഗ്ഗസ്റ്റ്, ലാർജസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മൗണ്ടെയിൻ തന്നെയാണ്. ചൈനയിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഷാൻജിയാജിയിലെ ബിഗ്ഗസ്റ്റ് മൗണ്ടെയിനാണ് ടിയാൻമെൻ മൗണ്ടെയിൻ. അവിടത്തേക്കുള്ള ക്യൂ തന്നെ നിങ്ങൾ കാണണം. നമ്മുടെ ചൈനക്കാർ മാത്രമല്ല, ഇന്നലെ നമ്മൾ അവതാർ മൗണ്ടെയിനിൽ കണ്ട പോലെ ഒരു ലോട്ട് കണക്കിന് പല രാജ്യക്കാരാണ്.
അറ്റ് എ ടൈം എന്താ പറയുക, ഒരു 10,000 20,000 30,000 ഒക്കെ എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്രയും ആൾക്കാരാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ആ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ്. അത് ഒരു രൂപരേഖ കാണിക്കുവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും മൗണ്ടൻ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ വിസ്തീർണ്ണം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ പോയ അവതാർ മൗണ്ടൻ്റെ ബിഗ് ഡബിൾ ട്രിപ്പിൾ എന്നൊക്കെ പറയാം, അത്രയുമുണ്ട്. ഈ ആൾക്കാർ കയറുമ്പോൾ തന്നെ, ഈ ഇത്രയും ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ആൻസൈറ്റി കാണാനുള്ളൊരു ആകാംക്ഷയൊക്കെ എനിക്കുമുണ്ട്. അപ്പോഴാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത്, ഇനി അങ്ങോട്ട് നല്ലപോലെ വീഡിയോ എടുത്തോണം, എല്ലാവരും നല്ലപോലെ കാണിക്കുക. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഇന്നലെ അവതാർ മൗണ്ടനിൽ കേബിൾ കാറിൽ പോയതിനേക്കാളും ഇരട്ടിയിലധികം കാണാൻ നല്ല കൗതുകകരമായ കാഴ്ചകളാണ് ഇനി അങ്ങോട്ടുള്ളത്. ചൈനയിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഷാങ്ജിയുടെ മൊത്തം ഒരു രൂപം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവും. നല്ല രസമാണ് ഇനി കാണാൻ. ഈ കാണുന്ന പോലെയല്ല, ഇനി അങ്ങോട്ട് കാടിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ കയറി അങ്ങ് അറ്റം കാണുന്ന മൗണ്ടൻ്റെ അപ്പുറം എത്തണം, അത്രയ്ക്കും ദൂരമുണ്ട്. അപ്പോൾ പോണ വഴി ഒരു കണ്ട കാഴ്ചയാണ് ഈ ചൈനയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. വളരെ കൗതുകമായിട്ട് തോന്നി. കാരണം ചൈനയിൽ ആദ്യമായിട്ട് ഇപ്പോൾ 5-ാമത്തെ ദിവസമാണ് ചൈനയിൽ ആദ്യമായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഇഷ്ടം പോലെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ചൈനയിലാണ്. വേൾഡിലെ ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ജപ്പാനിലാണ്. അത് കഴിഞ്ഞിട്ട് എണ്ണം പറഞ്ഞു വരുമ്പോൾ ചൈനയിലും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. നമ്മളിവിടെ വന്നതിൻ്റെ കാശിൻ്റെ ഒരു പകുതിയോളം ഇപ്പം തന്നെ മുതലായെന്ന് പറയാൻ കേസ്. അത്രയ്ക്കും അടിപൊളി ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേബിൾ കാർ എക്സ്പീരിയൻസ് ആണ്. അത് അതിനനുസരിച്ച് മുതലായിട്ടുണ്ട്. പണ്ട് തൊട്ടേ ഈ മൗണ്ടെയിൻ ഇവിടെ ഉണ്ടെങ്കിലും ഏകദേശം ഒരു 10-15 വർഷം 2010 ശേഷമാണ് ചൈനീസ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു മൗണ്ടെയിൻ എന്താ പറയുക അടിപൊളിയാക്കി വികസിപ്പിച്ചെടുക്കാമെന്നൊരു തോട്ട് വരികയും പിന്നീട് അങ്ങോട്ട് 2010 ശേഷം ഒരുപാട് ടൂറിസ്റ്റുകൾ, എന്താ പറയുക, കയ്യും കണക്കും ഇല്ലാത്ത അത്രയും ടൂറിസ്റ്റുകൾ, ചൈനീസ് മാത്രമല്ല ജാപ്പനീസ് ഉണ്ട്, കൊറിയക്കാരുണ്ട്, യൂറോപ്പിൽ നിന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് ഇഷ്ടം പോലെ. നമ്മുടെ ഇന്ത്യക്കാരെ മാത്രം ഞാൻ അധികം കാണുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ കേരളീസ്. ഞാൻ ഇതുവരെ ഒരു മലയാളികളെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് പറയാം, മലയാളികളിപ്പം നമ്മുടെ ഗ്രൂപ്പ് ടൂറിലും ഓക്കെ, അല്ലാതെ ആരും ഞാൻ ഇതുവരെ നമുക്ക് കാണുമ്പോൾ അറിയില്ല. നമ്മുടെ മലയാളികളെ അല്ലെങ്കിൽ ഒരു തമിഴന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഞാനങ്ങനെ ആരെയും അച്ഛനും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ കാണുമോ, ഇനി നമ്മൾ വരുന്ന സമയത്ത് അവർ വേറെ സ്ഥലത്ത് അങ്ങനെയാണോ എന്നും എനിക്കറിയില്ല. ഞാൻ ഈ 5 ദിവസമായിട്ട് ചൈനയിൽ നിന്നിട്ടും ഒരു മലയാളിയോ തമിഴന്മാരോ തെലുങ്കന്മാരോ ഒന്നും കണ്ടിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അത്രയും പാടാണോ ഈ ചൈനയിൽ വരാൻ, എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചൈനീസ് വിസ കിട്ടാൻ കുറേ പാടാണ്, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ ഭയങ്കര പാടായിരിക്കും. അതാവണം ചൈനയിൽ ഒരുപാട് പേര് ടൂറിസ്റ്റ് ഇങ്ങനെ വരാത്തത്. ഇന്ത്യയിൽ നിന്ന് നല്ല ഭംഗിയായ ഒരുപാട് കാഴ്ചകൾ ഈ പറയുന്ന ഇടയ്ക്ക് മിസ്സായിപ്പോയി. നിങ്ങളത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, ഞാൻ എന്താ പറയുക, സ്വപ്നത്തിൽ പോലും കാണാത്ത കാഴ്ചകളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലത്തെ എന്താ പറയുക, അയ്യോ സ്വർഗം കണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു വിഷ്വലൊക്കെ ഒരു എന്താ പറയുക, കുറച്ച് നാൾക്ക് മുമ്പ് പോലും ഞാനൊന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. നിങ്ങൾ ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്നലെ നമ്മൾ പോയ അവതാർ മൗണ്ടനേക്കാൾ എന്തോരം ഫാർ ബെറ്റർ ആയിട്ടുള്ള അവതാർ മൗണ്ടനും ഞാൻ കണ്ടപ്പോൾ അത് കിളി പോയി. ഇത് കണ്ടപ്പോൾ ഒന്നുകൂടെ കിളി പോയി. എൻ്റെ പൊന്നെ, നല്ല ഫോട്ടോ എടുത്താൽ തീരാത്തത്രയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലം. എന്തായാലും ചൈനയിൽ വന്നത് വലിയൊരു ഭാഗ്യമായിട്ട്. ഈ 4-5 ദിവസം കൊണ്ട് കൊടുത്ത കാശ് മുതലായെന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഇനിയും കാണാൻ കിടക്കുന്നു.
ടിയാൻമെൻ മൗണ്ടൈൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ആയിരുന്നു നിങ്ങൾ നേരത്തെ ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് കിളി പോയി. ഇപ്പോൾ സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ സെക്കൻഡ് ഫേസിൻ്റെ അവിടെ നിന്ന് മേളിൽ നിൽക്കുവാണ്. ഇത് താഴത്തേക്ക് ഇറങ്ങിയാലേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭംഗി താഴത്തുനിന്ന് മേളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എത്ര ഉയരത്തിലാണെന്ന് പറയാൻ പറ്റാത്ത അത്രയും ഉയരത്തിലാണെന്ന് തന്നെ പറയണം. കാരണം ഏകദേശം 24,000 അടിയോളം പൊക്കമുള്ളൊരു മൗണ്ടൈനാണ് ടിയാൻമെൻ മൗണ്ടൈൻ. അതിൻ്റെ ഏത് ഫേസിലാണ് എത്രാമത്തെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് കാണുന്ന കാഴ്ചയൊന്നും എന്താ പറയുക, എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത കാശ് കൊടുത്താലും ഭാഗ്യം കൂടെ വേണ്ട ഒരു സംഭവമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചൈനീസ് വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരുപാട് സ്ട്രിക്റ്റായി ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ വേണം, ഒരുപാട് എന്താ പറയുക പേപ്പേഴ്സും ഒരുപാട് കാര്യങ്ങൾ വേണം. കിട്ടിയ ഭാഗ്യം. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ചൈന. അപ്പോൾ വന്നത് ഭാഗ്യം, വന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയത് ഭാഗ്യം. മഴയായിരുന്നെങ്കിൽ നമുക്കിത് കാണാൻ പറ്റില്ല. നല്ലൊരു ക്ലൈമറ്റായിരുന്നു. എന്തായാലും ഒരുപാട് കാഴ്ചകൾ, എൻ്റെ പൊന്നോ, മനസ്സ് നിറഞ്ഞ ഒരുപാട് കാഴ്ചകൾ ഈ 4-5 ദിവസം കൊണ്ട് കണ്ടു. ഇനിയും ഉണ്ട് 2-3 ദിവസം. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി 4-5 വ്ളോഗ്സൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അവതാർ മൗണ്ടൈനിൽ പോയതായിക്കോട്ടെ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ പോയ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ബേഡ്സ് നെസ്റ്റ് സ്റ്റേഡിയത്തിൽ പോയി ആയിക്കോട്ടെ, ഇതൊക്കെ ഈ വീഡിയോ കഴിയുമ്പോൾ കാണാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് താഴത്തെ ഏകദേശം ഗ്രൗണ്ടിലെത്തി. കുറച്ചും കൂടെ ഉള്ളത് നമ്മുടെ ബസ്സിലേക്ക്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ വണ്ടർഫുള്ളായിരുന്നു. അതിനെക്കുറിച്ച് ഒരു എതിർവാക്കും ഒന്നുമില്ല. കാരണം ഏറ്റവും ഞാൻ ഇപ്പോഴും പറയുന്നു, ഫസ്റ്റ് ഡേ ആയിരുന്നു എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെ ദിവസം എനിക്ക് അത്ര അങ്ങോട്ട് ഇതായില്ല, സത്യം പറയാമല്ലോ. നല്ല ഓക്കെയാണ്, ഗുഡാണ്. പക്ഷേ നാലാമത്തെ ദിവസം, അതായത് ഇന്നലെ അവതാർ മൗണ്ടൈനിൽ പോയതും പിന്നെ നമ്മുടെ ഷാൻജിയാജിയിലെ ബിഗസ്റ്റ് ഫോറസ്റ്റിൽ പോയതും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് എന്താ പറയുക, ഷാൻജിയാജിയിലെ ഈ ടിയാൻമെൻ മൗണ്ടൈൻ എന്ന് പറയുമ്പോഴും ഞാൻ അത്ര ഇതിലങ്ങോട്ട് എടുത്തില്ല. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ കേബിൾ കാറിൽ അങ്ങോട്ട് കയറി എൻ്റെ സത്യം പറയാം ഒരു സ്വർഗത്തെത്തിയ ഫീലായിരുന്നു. സത്യം പറയാം ഒരു ഹെവനിലെത്തിയൊരു ഫീലും അതിനനുസരിച്ചുള്ളൊരു അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. കൊടുത്ത കാശ് മുതലായെന്ന് 100% ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്ര ഇപ്പം തന്നെയായി. മേൽ പറഞ്ഞ പോലെ തന്നെ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്ന ടിയാൻമെൻ മൗണ്ടൈൻ യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോരുവാണ്. ഇനിയും നമ്മൾ വരും, ഒരുപാട് താമസിക്കാതെ. അച്ഛനുമായിട്ട് തന്നെ വരും, ഒറ്റയ്ക്കല്ല, അച്ഛനുമായിട്ട് തന്നെ വരും എന്ന് പ്രത്യാശയോടെ നമ്മളിവിടുന്ന് ഇറങ്ങുന്നു. നമ്മളിന്ന് ഷാൻജിയാജിൽ നിന്ന് ബീജിങ്ങിലേക്ക് പോവുകയാണ്, ചൈനയിലുള്ള വേറൊരു സ്ഥലത്തേക്ക്. അതിന് ഫ്ലൈറ്റിൽ തന്നെ പോകണം. ബസ്സിലാണ്, ബൈ റൂട്ടാണെങ്കിൽ ഏകദേശം ഒരു 10, 12, 14, 15, 16 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലം. നമ്മളൊരു 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്നു. ഇന്ന് രാത്രി തന്നെ നമ്മൾ ബീജിങ്ങിലുള്ള നമ്മുടെ ഹോട്ടലിൽ ചെല്ലുന്നു. നമ്മൾ ഇന്ന് രാത്രി നൈറ്റ് സ്റ്റേ ചെയ്യുന്നു. നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് വേൾഡിലെ തന്നെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ടവർ, അത് ചൈനയിലാണ്. അവിടേക്ക് നമ്മൾ പോകുന്നു. അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ പോകുന്നുണ്ട്. അവിടെ നിന്ന് ചൈനയുടെ ഒരു ടോട്ടൽ വ്യൂ കാണാൻ ഒരുപാട് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് പോകുന്നത് ചൈനയിൽ തന്നെ ഏറ്റവും പോഷായിട്ടുള്ള സ്ഥലം, അത് ബീജിങ്ങിലാണ്. അവിടെ പോകുന്നുണ്ട്. കാരണം അമേരിക്കനെ വെല്ലുന്ന ഒരു പോഷായിട്ടുള്ള നല്ല ആഡംബരമായിട്ടുള്ളൊരു സ്ഥലത്ത് പോകുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതിനുവേണ്ടി നമ്മൾ ഫ്ലൈറ്റ് കയറുന്നു. പറഞ്ഞു തീരുമ്പോൾ ഫ്ലൈറ്റ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം എഡിറ്റ് ചെയ്ത് വയ്ക്കണമുണ്ട്. നമ്മളവിടെ അതായത് ബീജിങ്ങിലെത്തി. ഇന്ന് രാത്രി നമ്മൾ പറഞ്ഞ പോലെ ഹോട്ടലിൽ സ്റ്റേ ആണ്. നല്ല അടിപൊളി ഒരു ഹോട്ടലായിരുന്നു. എൻ്റെ റിസപ്ഷൻ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. നമുക്ക് നമ്മുടെ റൂം നമ്പർ കിട്ടി 609. സോ പറഞ്ഞ പോലെ നാളെ നമ്മൾ ലോകത്തിലെ തന്നെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ടവറിൽ പോകുന്നു. ചൈനയിലെ തന്നെ ഏറ്റവും പോഷായിട്ടുള്ളൊരു ഏരിയ ബീജിങ്ങിൽ പോകുന്നു. അവിടെ പോയി അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഇന്നത്തെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ ഇതിനേക്കാളും നല്ല കാഴ്ചകളായി വീണ്ടും വരാം. ബൈ ബൈ, ടാറ്റ, സീ യു.